യെസ്, ശ്രീകുമാർ സാർ, സി പി എമ്മാർ കുറുക്കന്മാരാണ്. അപ്പോൾ എന്തോ അവർ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നേതാക്കന്മാർ സമീപകാലത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. എന്തായിരിക്കും ഈ ഒരു നറേറ്റീവിന് പിന്നിലുള്ളത്? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, സി പി എമ്മിന് എത്ര സൂത്രമുണ്ടെങ്കിലും അവരുടെ അണികൾക്കും അവരുടെ ചില നേതാക്കൾക്കത് ഇപ്പോഴും ദഹിക്കുന്നില്ലല്ലോ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ സി പി എമ്മിൻ്റെ ചരിത്രം എഴുതുകയാണെങ്കിൽ സി പി എമ്മിൽ ഏരിയ ലഹളകൾ നടന്ന വർഷം ഏതാണെന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം 2024 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരിക്കുമ്പോൾ എന്ന് എഴുതേണ്ടി വരും. കേരളത്തിലെ സി പി എമ്മിൻ്റെ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന ശേഷം സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഏരിയ സമ്മേളനങ്ങളിലെ ബഹളം, ആ ഒരു ലഹള. എന്താ കാരണം? പാർട്ടിയുടെ നയത്തിൽ നിന്നും നേതാക്കൾ വ്യതിചലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു നയം എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ കൊഴിഞ്ഞാമ്പാറയിൽ ബദൽ സമ്മേളനം കൊടിയുയർത്തി നടത്തിയത്. അതുപോലെ കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പം അവിടെ തടഞ്ഞത് നേതാക്കളല്ല മിസ്റ്റർ നമ്പ്യാർ, അവിടെ തടഞ്ഞത് പോലീസാണ്. മർദ്ദനോപകരണമാണ് ഭരണകൂടത്തിൻ്റെ പോലീസ് എന്ന് പഠിപ്പിച്ച പാർട്ടി. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിന് ഇപ്പോൾ ശ്രീ രാംകുമാർ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, വിജയരാഘവൻ പറഞ്ഞ നഗ്നമായ സത്യമാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരിയായിരിക്കും. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് മുക്ത കേരളമാണ് സി പി എം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിജയരാഘവൻ ഇങ്ങനെ ഹിന്ദു വോട്ട് ഇങ്ങനെ സി പി എമ്മിലേക്ക് ആവാഹിക്കാനായിട്ട് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയാൽ അതിന് ബി ജെ പി തൽപരരായ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്കതിനെ വിമർശിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ ബി ജെ പിയിലേക്ക് പോകുമെന്നൊരു ധാരണയോ തെറ്റായ ധാരണയോ ഒക്കെ കാണുമായിരിക്കാം. കേരളത്തിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ മുസ്ലിം സമുദായവും അതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ കോൺഗ്രസിനോട് കൂടുതൽ അടുക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് മനസ്സിലായി എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഹിന്ദുക്കളുടെ വോട്ടിലേക്ക് കണ്ണു നടാം. ഹിന്ദുക്കളുടെ വോട്ട് പൂർണ്ണമായിട്ട് സി പി എമ്മിന് കിട്ടില്ല. അപ്പോൾ കുറച്ച് വോട്ട് എന്തായാലും ബി ജെ പി പോക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ തോൽക്കുക കോൺഗ്രസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും അധികാരം ലഭിക്കാം. ഇല്ലെങ്കിൽ അധികാരം ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു വഴി ഒരുക്കുക. ഇതാണ് സി പി എം ചിന്തിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ബി ജെ പിയും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സി പി എം അധികാരത്തിൽ വരാനാണ് ഇഷ്ടം. നേരത്തെ സാക്കിർ പറഞ്ഞതുപോലെ ലാവ്ലിൻ കേസ് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളിൽ കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞില്ലേ. എ ഡി ജി പിയുടെ അവസാനത്തെ ഉദാഹരണമല്ലേ. RSS നേതാക്കളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് സി പി ഐയുടെ ബിനോയ് വിഷയം എന്താ ചോദിച്ചത്? ഒറ്റ ചോദ്യം അദ്ദേഹം ചോദിച്ചുള്ളൂ, എന്ത് വിജ്ഞാനം പഠിക്കാനാണ് RSS നേതാക്കളെ കേരളത്തിൻ്റെ പോലീസ് മേധാവി പോയി കണ്ടതെന്ന് സി പി ഐക്കാരാണ് ചോദിച്ചത്, കോൺഗ്രസ് അല്ല. അപ്പോൾ ആ ബന്ധമൊക്കെ അറിയുന്നവർക്ക് കൃത്യമായിട്ടും രാഷ്ട്രീയമായ സമവാക്യങ്ങളും സൂത്രവാക്യമൊക്കെ നന്നായിട്ട് അറിയുന്ന അഡ്വക്കേറ്റ് രാംകുമാർ ഈ വിജയരാഘവൻ്റെ പ്രസംഗത്തെ അതിൽ സത്യമുണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല, ഞാൻ ഈ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സി പി എമ്മിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ പറഞ്ഞത് വിജയരാഘവൻ പൊതുയോഗമെന്ന് ഞാൻ പറഞ്ഞത് പാർട്ടി യോഗമെന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് പബ്ലിക് മീറ്റിംഗ് അല്ല. പാർട്ടിയിൽ എല്ലാവർക്കും പ്രതിനിധി സമ്മേളനത്തിനാണ് അദ്ദേഹം പ്രസംഗിച്ചതെന്ന് എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിനിധി സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ പിന്നീടാണ് പാർട്ടി അംഗീകരിക്കുന്നത്. പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ തീരുമാനിച്ചതെന്നല്ല. വയനാട് മാത്രമാണോ ജമാഅത്തെ പിന്തുണയുള്ള? അങ്ങനെയാണെങ്കിൽ മറ്റുള്ളിടത്തൊക്കെ ജമാഅത്തെ പിന്തുണ കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി മാത്രമേ പറഞ്ഞുള്ളല്ലോ, വയനാട് മാത്രമേ പറഞ്ഞുള്ളല്ലോ. എന്താ വയനാട് മാത്രം എന്താ സംഭവം? മിസ്റ്റർ നമ്പ്യാർ ഒരു കാര്യം ആലോചിക്കണം. 9 അസംബ്ലി മണ്ഡലങ്ങളിൽ സി പി എം 8 പിന്നാക്കാണ്. ചേലക്കര മാത്രം 39,000 നിന്നും 12,000 എത്തിയപ്പോൾ 27,000 കുറഞ്ഞു. ഇവിടെ നേരത്തെ ശ്രീ ജയരാജ് ഒരു കാര്യം പറഞ്ഞു, SDPIയെ തള്ളി പറഞ്ഞില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓരോ ആഴ്ചയിലും തള്ളി പറയാമോ? ചരിത്രം ജയരാജൂടെ വായിക്കുന്ന സി പി എമ്മിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഏതൊക്കെ കാലത്ത് കിട്ടിയെന്നുള്ളതൊക്കെ ഇത് ചർച്ച ചെയ്യപ്പോഴേ മിസ്റ്റർ നമ്പ്യാർ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞെന്നറിയാമോ? ജമാഅത്തെ സി പി എം ബന്ധം ആരോപിച്ച കേസ് കൊടുക്കുമെന്ന്. ഓർമ്മയുണ്ടോ? അതെ. അപ്പോൾ എന്താ രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ ചരിത്രം പറഞ്ഞാൽ കേസ് കൊടുക്കുന്നതാണോ മാഷ് പറയണേ? ഇത് അടുത്ത കാലത്ത് പറഞ്ഞതല്ലേ. നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുമ്പോഴേ ഒരു പഴയ ചരിത്രം സംസാരിച്ചാൽ അത് കേസ് കൊടുക്കുന്നതാണോ പറയാ?
അതിൽ ശരിയും തെറ്റുമൊക്കെ കാണും, എല്ലാം കൃത്യമായിട്ടൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവില്ല. ജമാഅത്തെ ഇസ്ലാമി CPM-ഉമായിട്ട് പിന്തുണ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ള തീർച്ചയായിട്ടും അല്ല. ജമാഅത്തെ ഇസ്ലാമി CPM-ഉമായിട്ട് ഒരു കാലത്ത് ബന്ധം ഉണ്ടായിരുന്നു, പിന്നീട് ഇത് തെറ്റി. അത് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? കാരണം PDP-യുമായിട്ടുള്ള ബന്ധത്തെ ചൊല്ലി VS പിണറായി തമ്മിലുള്ള തർക്കമൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടി അവരുടെ ഏതെങ്കിലും ഒരു സഖ്യത്തിൽ നിന്ന് മാറുന്നത് തെറ്റല്ല. ആ മാറുന്നത് തെറ്റല്ല, വേറെ ആളെടുക്കുന്നതും തെറ്റല്ല, പാർട്ടി മാറുന്നതും തെറ്റല്ല, പുതിയ പാർട്ടിയിലേക്ക് ചേരുന്നതും തെറ്റല്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ അത് ന്യായീകരിക്കപ്പെടുമ്പോൾ ഭൂതകാലത്ത് ചെയ്ത അത് തെറ്റാണെന്ന് പറയരുത്. ഭൂതകാലം വിസ്മരിച്ചോളൂ, കുഴപ്പമില്ല. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുമ്പോൾ ഭൂതകാലത്തിൽ അഭിരമിച്ച കാര്യം അവിടെ കിടപ്പുണ്ട്, അതും കൂടെ മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.